Hi dears, welcome back to Mayflower. Today we are discussing the poem Eve to Her Daughters by Judith Wright. Judith Wright is a famous feminist poet. വളരെ പ്രശസ്തയായ ഒരു ഫെമിനിസ്റ്റ് എഴുത്തുകാരിയാണ് ജൂഡിത്ത് റൈറ്റ്. ജൂഡിത്ത് റൈറ്റിൻ്റെ ഈവ് ടു ഹർ ഡോട്ടേഴ്സ് എന്ന കവിതയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. The poem reveals that when man believes that he himself is God, the world will turn to be away from faith. അവൻ ദൈവമാണ് എന്ന് ചിന്തിക്കുന്ന സമയത്ത്, അതായത് ദൈവത്തിന് യാതൊരു പ്രാധാന്യവുമില്ല, അവനവൻ തന്നെയാണ് അല്ലെങ്കിൽ അവനവൻ ദൈവത്തിന് സമനാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വിശ്വാസം എന്ന ഒരു സാധ്യത ഇല്ലാതെയാകുന്നു. And Eve wants her daughters that never be submissive in their lives, rather help man to see God even in the face of mechanization and scientific adventure. നമുക്കറിയാം, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാലഘട്ടമാണിത്. ലോജിക്കിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ലോജിക് എന്ന ആ ഒരു പ്രിൻസിപ്പിളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഫെയ്ത്ത് എന്നത് നമ്മൾ നേരത്തെ ചെയ്തതാണ് സയൻസ് ആൻഡ് ഡോഗ്മാറ്റിക് ബിലീഫ്സ് എന്ന ചാപ്റ്റർ. അപ്പോൾ സയൻസും ഡോഗ്മ എന്ന് പറയുന്നത് നമ്മൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. അതേസമയം സയൻസ് എന്നത് ലോജിക്കലായിട്ട് അല്ലെങ്കിൽ റിസർച്ചിലൂടെ തെളിയിക്കപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഈവ് ആദവും ഹവ്വയുമാണ്. അതിലെ ഈവ് എന്നത് ഹവ്വയാണ്. ആദിമ മനുഷ്യരായിട്ട് കണക്കാക്കപ്പെടുന്ന ആദവും ഹവ്വയും. ഹവ്വ തൻ്റെ മക്കളോട് പറയുന്നു, പെൺകുട്ടികളോട് പറയുന്നു, നെവർ ബി സബ്മിസീവ് ഇൻ ദർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കീഴടങ്ങി ജീവിക്കാൻ പാടില്ല. അതേപോലെ തന്നെ മറിച്ച് എന്ത് ചെയ്യണം? ദേ ഷുഡ് ബി എ ഹെൽപ്പ് ടു ദെയർ ഹസ്ബൻഡ്സ്. അവരുടെ ഭർത്താക്കന്മാർക്ക് ഒരു സഹായമായി മാറണം, അല്ലാതെ അവരുടെ അടിമയായി മാറാൻ പാടില്ല. അതേപോലെ തന്നെ ഈ കാലഘട്ടം, അതായത് മെക്കാനൈസേഷൻ അല്ലെങ്കിൽ യാന്ത്രികതയുടെ കാലഘട്ടമാണ്. അതേപോലെ തന്നെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്, ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒക്കെ കാലഘട്ടമാണ്. എങ്കിലും ഒരിക്കലും ഒരു അടിമയായി മാറാൻ പാടില്ല, മറിച്ച് അവരുടേതായ ഒരു റോള് വഹിക്കുക എന്നുള്ളതാണ് ഹവ്വ തൻ്റെ പെൺകുട്ടികളോട്, വരുന്ന തലമുറയോട് ആവശ്യപ്പെടുന്നത്. ആ ഒരു മെസ്സേജാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ പോം. നമുക്കറിയാം, ആദവും ഹവ്വയും ആദിമ മനുഷ്യരാണ്. ദേ ആർ ദി ഫസ്റ്റ് പാരൻസ്. ആദ്യത്തെ മാതാപിതാക്കൾ, ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ആദവും ഹവ്വയും. ആദം മണ്ണ് കുഴച്ചാണ് ഉണ്ടാക്കപ്പെട്ടതെന്നും ഹവ്വ ആദത്തിൻ്റെ വാരിയലിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടതെന്നുമാണ് വിശ്വാസം. അങ്ങനെ അവർക്ക് ദൈവം പറുദീസ കൊടുക്കുന്നു, പാരഡൈസ് അല്ലെങ്കിൽ ഏദൻ തോട്ടം കൊടുക്കുന്നു. ആ ഏദൻ തോട്ടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഒരു ദുഃഖവും അറിയാതെ ജീവിച്ച ആദത്തെയും ഹവ്വയെയും സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വരികയും ആ സാത്താൻ്റെ ട്രിക്കിലൂടെ അവർക്ക് പറുദീസ അല്ലെങ്കിൽ ഏദൻ തോട്ടം നഷ്ടമാവുകയും ചെയ്യുന്നു. അതായത് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഏദൻ തോട്ടത്തിൻ്റെ നടുക്കുള്ള മരത്തിലെ ഫലം ഭക്ഷിക്കാൻ പാടില്ല, ഫോർബിഡൻ ഫ്രൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വിലക്കപ്പെട്ട കനിയാണെന്ന് പറഞ്ഞു. പക്ഷേ സർപ്പം ഹവ്വയെ പ്രേരിപ്പിക്കുകയും അങ്ങനെ അവർ ആ പഴം പറിച്ച് തിന്നുകയും അങ്ങനെ അവർക്ക് സ്വർഗം നഷ്ടമാവുകയും ചെയ്യുന്ന ആ കഥയുടെ ബാക്കിയുള്ള പശ്ചാത്തലമാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്നത്. തുടങ്ങാം, കവിതയിലേക്ക് പോകാം. ഇറ്റ് വാസ് നോട്ട് ഐ ഹൂ ബിഗാൻ ഇറ്റ്. ഹവ്വ പറയുന്നു, എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് നോട്ട് ഐ ഹൂ ബിഗാൻ ഇറ്റ്. ഇത് തുടങ്ങി വെച്ചത് ഞാനല്ല. Turned into draughty caves and hungry so often, having to work for our bread, hearing the children whining. എന്ത് ചെയ്തു? ടേണിങ് ഇൻ ടു ഡ്രോട്ടി കേവ്സ്. ഉണങ്ങി വരണ്ട ഗുഹകൾക്കുള്ളിൽ താമസിക്കേണ്ടതായി വന്നു. പറുദീസ് നഷ്ടപ്പെട്ടിട്ട്, പാരഡൈസ് അല്ലെങ്കിൽ ഏദൻ തോട്ടം നഷ്ടപ്പെട്ടിട്ട് ഗുഹകളിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വെള്ളമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് ജീവിക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ അറിയാം, പറുദീസ അല്ലെങ്കിൽ ഏദൻ എന്ന് പറയുന്നത് ആ തോട്ടത്തിൽ എപ്പോഴും സന്തോഷം മാത്രമായിരുന്നു. അവർക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷേ അവിടെ നിന്ന് പിന്തള്ളപ്പെട്ടപ്പോൾ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. ആൻഡ് ഹംഗ്രി സോ ഓഫൺ. പലപ്പോഴും വിശപ്പ് കാരണം കണ്ണീരോടെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഹംഗ്രി സോ ഓഫൺ. പലപ്പോഴും വിശപ്പ് അറിയേണ്ടതായിട്ട് വന്നു. ഏദൻ തോട്ടത്തിലാണെങ്കിൽ അങ്ങനെ വിശപ്പോ ദാഹമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടെ ഇഷ്ടം പോലെ സമൃദ്ധമായ ഒരു അന്തരീക്ഷമായിരുന്നു.
ആൻഡ് ഹാവിങ് ടു വർക്ക് ഫോർ അവർ ബ്രെഡ്. അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഠിനമായി ജോലി ചെയ്യേണ്ടതായി വന്നു ഏദൻ തോട്ടത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടപ്പോൾ. ഹിയറിങ് ദ ചിൽഡ്രൻസ് വൈനിങ്. കുട്ടികളുടെ കരച്ചിലും പ്രയാസങ്ങളും ഒക്കെ കേൾക്കേണ്ടതായി വന്നു. അതായത് രോഗം വന്നിട്ടുള്ള ഞരങ്ങലും അങ്ങനെയുള്ള കരച്ചിലും ഒക്കെ ഞങ്ങൾക്ക് കേൾക്കേണ്ടതായി വന്നു. ദെൻ ഐ വാസ് നെവർദലെസ് നോട്ട് അൺഹാപ്പി. ഇതൊക്കെ ആയിരുന്നെങ്കിലും എന്താണ്, ഞാൻ നോട്ട് അൺഹാപ്പി. നോട്ട് അൺഹാപ്പി മീൻസ് ഐ ആം ഹാപ്പി. ഞാൻ സന്തോഷവതിയായിരുന്നു. വേർ ആദം വെൻറ്റ് ഐ വാസ് ഫെയർലി കണ്ടൻറ്റഡ് ടു ഗോ. കാരണം എന്നോടൊപ്പം ആദം ഉണ്ടായിരുന്നു. ആദം എവിടെ പോയാലും അദ്ദേഹത്തിനോടൊപ്പം പോകുന്നതിൽ എനിക്ക് സന്തോഷമായിരുന്നു. ഞാൻ അങ്ങനെ സന്തോഷം കണ്ടെത്തി. ആൻഡ് ഐ അഡാപ്റ്റഡ് മൈസെൽഫ് ടു ദ പണിഷ്മെൻറ്റ്. അങ്ങനെ ആദത്തിനോടൊപ്പം ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്ത് അദ്ദേഹത്തിനോടൊപ്പം എല്ലായിടവും പോയി ഞാൻ ആ പണിഷ്മെൻറ്റിനെ കുറിച്ച് മറന്നുപോയിരുന്നു. അതായത് ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഐ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക എന്നാണ്. ഐ അഡാപ്റ്റഡ് മൈസെൽഫ് ടു ദി പണിഷ്മെൻറ്റ്. ആ ഒരു പണിഷ്മെൻറ്റോട്, അതായത് ആ ഒരു ശിക്ഷ കിട്ടിയതിനോട് ഞാൻ പൊരുത്തപ്പെട്ടു. ആൻഡ് ഇറ്റ് വാസ് മൈ ലൈഫ്. അതെൻ്റെ ജീവിതമാണ്, അത് എൻ്റെ പ്രവൃത്തി കൊണ്ട് കിട്ടിയതാണ്, അത് ഞാൻ അനുഭവിക്കണം എന്ന് ഞാൻ ഉറപ്പിച്ചു, അല്ലെങ്കിൽ ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. ഇറ്റ് വാസ് മൈ ലൈഫ്. അതുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു. പക്ഷേ ആദമോ, ബട്ട് ആദം, നിങ്ങൾക്കറിയാമോ എന്താണ് ആദം? ഹീ കെപ്റ്റ് ഓൺ മീൻസ് ഹീ കണ്ടിന്യൂഡ് ബ്രൂഡിങ് ഓവർ ദ ഇൻസൾട്ട്. ബ്രൂഡിങ് ഓവർ മീൻസ് തിങ്കിങ് ഓവർ ദ ആ ഒരു ഇൻസൾട്ട്, ആ ഒരു അപമാനം, അതായത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിൻ്റെ അപമാനം ചിന്തിച്ച് അവനിരുന്നു. അതായത് അതിൻ്റെ പ്രതികാരം അവൻ്റെ മനസ്സിൽ വളർന്നു വന്നു. ഓവർ ദ ട്രിക്ക് ദേ ഹാഡ് പ്ലേഡ് ഓൺ അസ്, ഹീ ഓൾവേസ് തിങ്ക് ഓഫ് ദ ട്രിക്ക് ദേ ഹാഡ് പ്ലേഡ് ഓൺ അസ്. അതായത് സാത്താനാണ് ഇവിടെ. സാത്താൻ ഞങ്ങളുടെ മേൽ ആ ഒരു ട്രിക്ക് പ്രയോഗിച്ച്, തന്ത്രം പ്രയോഗിച്ച് ഞങ്ങളെ ആ തന്ത്രപൂർവം സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയതിനെക്കുറിച്ച്, ആ ഒരു പുറത്താക്കപ്പെട്ടതിൻ്റെ അപമാനത്തെക്കുറിച്ചൊക്കെ ആദം ചിന്തിച്ചു. ആൻഡ് ഓവർ ദ സ്കോൾഡിങ് മീൻസ് ദ സ്കോൾഡിങ് ബൈ ഗോഡ്. പറുദീസ നഷ്ടപ്പെട്ടപ്പോൾ, അതായത് ദൈവം പറഞ്ഞ ആ കാര്യങ്ങൾ അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം സ്കോൾഡ് ചെയ്ത് വഴക്ക് പറഞ്ഞു. അതായത് വിലക്കപ്പെട്ട അവരോട് പറഞ്ഞത്, ഏദൻ തോട്ടത്തിലെ ഏത് വൃക്ഷത്തിൻ്റെ ഫലവും പറിച്ച് തിന്നാം, പക്ഷെ നടുക്ക് നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. നന്മ തിന്മകൾ തിരിച്ചറിയുന്ന വൃക്ഷമാണത്, അതിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ച് തിന്നരുത് എന്ന് പറഞ്ഞു. അതിന് അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം വഴക്ക് പറഞ്ഞു. ആൻഡ് ഹീ തിങ്ക് ഓഫ് ദ സ്കോൾഡിങ് ബൈ ഗോഡ് ആൻഡ് ഹി ഹാഡ് ഡിസ്കവേർഡ് ദ ഫ്ലോ ഇൻ ഹിംസെൽഫ്. ഹി ഹാഡ് ഡിസ്കവേർഡ്, അവൻ മനസ്സിലാക്കിയത് ദ ഫ്ലോ ഇൻ ഹിംസെൽഫ്, അവനിലുള്ള ആ ഒരു ബലഹീനത. ഫ്ലോ മീൻസ് ഇവിടെ ആ ഒരു ബലഹീനത, അല്ലെങ്കിൽ ആ ഒരു കുറ്റം, അവൻ്റെ ഒരു ദൗർബല്യം അവൻ മനസ്സിലാക്കി. അതായത് മറ്റൊരാൾ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു ബലഹീനത മനസ്സിലാക്കി. ആൻഡ് ഹി ഹാഡ് ടു മേക്ക് ഇറ്റ് ഫോർ ഹിംസെൽഫ്. മേക്കപ്പ് ഫോർ ഇറ്റ് മീൻസ് അതിനു വേണ്ടിയിട്ട് അവൻ പ്രിപ്പയർഡായി. അതായത് അവൻ്റെ ദൗർബല്യമാണ് അത് എന്ന് അവൻ അംഗീകരിച്ചു. ഔട്ട്സൈഡ് ദ ഏദൻ ദ എർത്ത് വാസ് ഇംപെർഫെക്റ്റ്. ഒരു കാര്യം കൂടി വ്യക്തമായി, എന്താണ് ഔട്ട്സൈഡ് ദ ഏദന് പുറത്ത് ദ എർത്ത് വാസ് ഇംപെർഫെക്റ്റ്. ഏദൻ തോട്ടത്തിന് പുറത്ത് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഭൂമി എന്നത് ഇംപെർഫെക്റ്റ് ആണ്, അപൂർണമാണ്. ആൻഡ് ദ സീസൺസ് ചേഞ്ച്ഡ്. പർദീസയിലാണെങ്കിൽ അങ്ങനെ സീസണൽ വേരിയേഷൻ ഒന്നും ഇല്ല. അതേസമയം ഭൂമിയിൽ ഓരോ സീസൺസ് മാറി മാറി വന്നു. ആൻഡ് ദേ കനോട്ട് ടോളറേറ്റ് ദ സീസൺസ്. ഓരോ സീസണും അതിലെ മഞ്ഞുകാലം അല്ലെങ്കിൽ മഴക്കാലം ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. ആൻഡ് ദ ഗെയിം വാസ് ഫൂട്ടഡ് ആൻഡ് ഹി ഹാഡ് ടു വർക്ക് ഫോർ അവർ ലിവിങ് ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അങ്ങനെ കാലാവസ്ഥ മാറി മറിയുന്നതിനനുസരിച്ച് വി ഹാഡ് ടു വർക്ക് ഫോർ അവർ ലിവിങ്. അന്നുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആദത്തിന് ജോലി ചെയ്യേണ്ടതായി വന്നു. ആൻഡ് ഹി ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടമായിരുന്നില്ല. കാരണം ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ച് ജീവിച്ചതായിരുന്നു ഏദൻ തോട്ടത്തിൽ. അതേസമയം ഏദൻ നഷ്ടപ്പെട്ട സമയത്ത് കഠിനമായി ജോലി ചെയ്യേണ്ടി വന്നു. ആൻഡ് ഹി ഈവൻ കംപ്ലൈൻഡ് ഓഫ് മൈ കുക്കിംഗ്. അങ്ങനെ
ജോലി ചെയ്ത് ക്ഷീണിച്ച് വരുന്ന ആദം എൻ്റെ കുക്കിങ്ങിനെ കുറ്റം പറയാൻ തുടങ്ങി. കാരണം അതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, കുക്കിങ്ങൊന്നുമില്ല, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് പറിച്ച് തിന്നാം. ഇപ്പോൾ ഹി ഈവൻ കംപ്ലൈൻറ്റ് ഓഫ് മൈ കുക്കിംഗ്. ഇറ്റ് വാസ് ഹാർഡ് ടു കോമ്പീറ്റ് വിത്ത് ഹെവൻ. അങ്ങനെ ആ ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തെ കോമ്പീറ്റ് ചെയ്യാൻ, അതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. അതായത് ആ ഒരു ഭൂമി ഇംപെർഫെക്റ്റായി മാറി. അതേസമയം സ്വർഗവുമായിട്ട് നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ ഹീ സെറ്റ് ടു വർക്ക്. അങ്ങനെ അയാൾ ജോലി ചെയ്യാൻ തുടങ്ങി, ആദം ജോലി ചെയ്യാൻ തുടങ്ങി. ദ എർത്ത് മസ്റ്റ് ബി മെയ്ഡ് എ ന്യൂ ഏതൻ വിത്ത് സെൻട്രൽ ഹീറ്റിംഗ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, mechanical harvesters, combustion engines, then escalators, refrigerators, and modern means of communication, and multiplied opportunities for safe investment and higher education to Abel and Cain and the rest of the family. എന്ത് ചെയ്തു? അതിനു വേണ്ടിയിട്ട്, അതായത് ഭൂമി ഇംപെർഫെക്റ്റ് ആണ്, ഏദൻ തോട്ടമാണ് പെർഫെക്റ്റ് എന്ന് മനസ്സിലാക്കിയ ആദം he tried to change earth into heaven അല്ലെങ്കിൽ into ഏദൻ തോട്ടമാക്കി മാറ്റാൻ, ഈ ഭൂമിയെ ഒരു ഏദൻ തോട്ടമാക്കി മാറ്റാൻ അവൻ ശ്രമം തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? വിത്ത് സെൻട്രൽ ഹീറ്റിംഗ് ഒരുപാട് ഇൻവെൻഷൻസ് കൊണ്ടുവന്നു. അതായത് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആവിർഭാവം, അതിലൂടെ ഒരുപാട് സുഖ സൗകര്യങ്ങൾ കൊണ്ടുവന്നു. ഏതൊക്കെയാണ്? സെൻട്രൽ ഹീറ്റിംഗ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, അതായത് മെരുക്കി വളർത്താൻ തുടങ്ങി. അതേപോലെ തന്നെ എസ്കലേറ്റർ കണ്ടുപിടിച്ചു, മെക്കാനിക്കൽ ഹാർവെസ്റ്റേഴ്സ് കൊയ്ത്ത് യന്ത്രങ്ങൾ, അതേപോലെ തന്നെ കമ്പസ്റ്റൻ എൻജിൻസ്, അതേപോലെ റെഫ്രിജറേറ്റർ, മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ആധുനിക വാർത്താവിനിമയ സമ്പ്രദായങ്ങൾ, അതേപോലെ തന്നെ മൾട്ടിപ്ലൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദെയർ ഫാമിലി. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ, സേഫ് നിക്ഷേപങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ടു ആബേൽ ആൻഡ് കെയിൻ. തങ്ങളുടെ മക്കൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, ആ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അതിലൂടെ സുഖ സൗകര്യങ്ങളിലേക്ക് ഒരു ഏദൻ തോട്ടം ഭൂമിയിൽ ഉണ്ടാക്കാൻ അയാൾ ശ്രമിച്ചു. ആൻഡ് യു ക്യാൻ സീ ഹൗ ഹിസ് പ്രൈഡ് ഹാസ് ബീൻ ഹേർട്ട്. ഇതിലൂടെയൊക്കെ ഇയാൾ ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിലൂടെ അയാളുടെ ഈഗോ എത്രത്തോളം മുറിവേറ്റു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി ഈസ് ബ്രൂഡിങ് ഓവർ ദ ഇൻസൾട്ട്. ആ ഒരു അപമാനം, എന്താണ്, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിൻ്റെ അപമാന ഭാരം കൊണ്ടാണ് ഈ ഭൂമിയെ സ്വർഗമാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ അയാൾക്ക് എത്രത്തോളം മുറിവേറ്റു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈവ് ചോദിക്കുകയാണ്. And in the process he had to unravel everything. And in that process means in inventing these scientific and technological advancement, ഈ ഒരു ശാസ്ത്ര സാങ്കേതിക മികവ് കണ്ടുപിടിക്കുന്നതിനിടയിൽ he had to unravel means reveal everything, എല്ലാം വെളിപ്പെടുത്തേണ്ടതായി വന്നു. Because he believes that mechanism was the whole secret. He was always മെക്കാനിക്കൽ മൈൻഡഡ്. അദ്ദേഹം അല്ലെങ്കിൽ ആദം വിചാരിച്ചു എല്ലാം എന്താണ്? മെക്കാനിക്കലാണ്, യാന്ത്രികമാണ്. അയാൾ തന്നെ ഒരു യന്ത്രം പോലെയാണ്. കാരണം പുറത്താക്കപ്പെട്ട ആദത്തിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടത് വന്നു. നമ്മളറിയാം, എന്താണ്, ജീവിക്കാനുള്ള ആ ഒരു തത്രപ്പാടിനിടയിൽ ഒരു യന്ത്രത്തെ പോലെ പണിയെടുക്കുന്ന ആദം. ആൻഡ് ഹി വാസ് ഓൾവേസ് മെക്കാനിക്കൽ മൈൻഡഡ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് പോലും ഒരു മെക്കാനിക്കൽ മൈൻഡഡായി മാറി. ദാറ്റ് മീൻസ് മെഷീൻ ലൈക്ക് മൈൻഡായി മാറി. ദർ ഇസ് നോ ഇമോഷൻ ഓർ ദർ ഇസ് നോ ലവ് ഇൻ ഹിസ് മൈൻഡ്. അയാളുടെ മനസ്സിൽ സ്നേഹമോ അല്ലെങ്കിൽ അനുകമ്പയോ അങ്ങനെ ഒരു വികാരവുമില്ല. വെറും പണം ഉണ്ടാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു തത്രപ്പാടിലായി മാറി. ആൻഡ് ഹി ഗോട്ട് ടു ദ വെരി ഇൻസൈഡ് ഓഫ് ദി ഹോൾ മെഷീൻ, എക്സ്പ്ലെയിനിങ് ആസ് ഹി വെൻറ്റ് സോ ദാറ്റ് ഹൗ ഇറ്റ് വർക്ക്ഡ്. എന്താ ചെയ്തത്? ഹി ക്യാൻ റിവീൽ ദ സീക്രട്ട് ഓഫ് ഓൾ മെഷീൻസ്. എല്ലാ മെഷീൻ്റെയും ഉള്ളിൽ പോയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വിവരിക്കാൻ അയാൾക്ക് സാധിച്ചു. പക്ഷേ അങ്ങനെ സാധിച്ച സമയത്ത് ഹി ഓൾസോ ബിക്കം എ മെഷീൻ. ഒരു മെഷീനായി മാറി. ഒരു ഇമോഷനും ഇല്ലാത്ത, വികാരങ്ങളൊന്നുമില്ലാത്ത ഒരു യാന്ത്രികമായിട്ടുള്ള ഒന്നായി മാറി അവൻ്റെ മനസ്സും. ആൻഡ് നൗ ദാറ്റ് ഐ നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പോഴെനിക്കും അറിയാം എന്താണ് ഹൗ ഇറ്റ് വർക്ക്സ്. വൈ ഐ മസ്റ്റ് ഹാവ് ഇൻവെൻറ്റഡ് ഇറ്റ്
As for God and the other, they cannot be demonstrated. ഈ ഒരു മെഷീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിവരിക്കാൻ നമുക്ക് സാധിക്കും. അതെന്താണ്? ലോജിക്കലാണ് അല്ലേ? സയൻസ് ആൻഡ് ടെക്നോളജി എന്നത് എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിസർച്ച് ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് പ്രൂഫിലൂടെ തെളിയിക്കാൻ കഴിയുന്ന ഒന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അതേസമയം എന്താണ്? ഫോർ ഗോഡ് ആൻഡ് ദി അതർ മീൻസ് ഗോഡ് ആൻഡ് ഹെവൻ, സ്വർഗം അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ ഉള്ളത്, ദേ കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്. നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? ദേ കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ് വിത്ത് പ്രൂഫിലൂടെ നമുക്ക് തെളിയിക്കാൻ സാധിക്കില്ല. ആൻഡ് വാട്ട് കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ് ഡസിൻറ്റ് എക്സിസ്റ്റ്. സയൻസ് പറയുന്നത്, അക്കോർഡിംഗ് ടു സയൻസ് പറയുന്നത് വാട്ട് കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്, നമുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയാത്ത, പ്രൂഫിലൂടെ തെളിയിക്കാൻ കഴിയാത്തതൊന്നും നിലനിൽക്കുന്നില്ല. ദൈവം അല്ലെങ്കിൽ സ്വർഗം അതൊക്കെ നമുക്ക് ഒരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഹി ഹാഡ് ഓൾവേസ് ബീൻ ജലസ്. അങ്ങനെ ഈ യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിലൂടെ ഹി വാസ് സോ ജലസ്. ഹിസ് ജലസി ഈസ് റിവീൽഡ് ഹിയർ. അവൻ്റെ ആ ഒരു അസൂയാണ്, അതായത് ദൈവത്തോടുള്ള അസൂയ അല്ലെങ്കിൽ പറുദീസയോടുള്ള ആ ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ആ ഒരു അസൂയയാണ് അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് എന്താണ് വിക്ടോറിയൻ ബിലീഫ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ വിക്ടോറിയൻ ഡിലമ എന്നത് ചാൾസ് ഡാർവിൻ്റെ ആ ഒരു തിയറി വന്നതിന് ശേഷം ഉള്ള ഒരു കൺഫ്യൂഷനായിരുന്നു. ഇറ്റ് ഈസ് എ കൺഫ്യൂഷൻ എമംഗ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഇടയിലുള്ള ഒരു കൺഫ്യൂഷനാണ് അത് ടു ബിലീവ് ഇൻ ഗോഡ് ഓർ ടു ബിലീവ് ഇൻ സയൻസ്. ദൈവത്തിൽ വിശ്വസിക്കണോ, സയൻസിൽ വിശ്വസിക്കണോ, ശാസ്ത്രത്തിൽ വിശ്വസിക്കണമോ എന്ന ആ ഒരു കൺഫ്യൂഷനാണ് വിക്ടോറിയൻ ഡിലമ എന്നറിയപ്പെടുന്നത്. അതായത് റിലിജൻ സേസ് ദാറ്റ് മാൻ ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. എന്താണ്? ദൈവം അല്ലെങ്കിൽ മതം പറയുന്നത് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്നാണ്. അതേസമയം ശാസ്ത്രം പറയുന്നു ദേ ആർ എവല്യൂഷൻഡ് ഫ്രം മങ്കീസ്. മങ്കീസിൽ നിന്ന് എന്താണ് പരിണാമം സംഭവിച്ചാണ് മനുഷ്യനുണ്ടായതെന്ന് ശാസ്ത്രം പറയുന്നു. സോ ദ പീപ്പിൾ ആർ ഇൻ എ ഡിലേമ വെദർ ടു ബിലീവ് ഇൻ സയൻസ് ഓർ റിലിജിയൻ. മതത്തിൽ വിശ്വസിക്കണോ, എന്താണ് ശാസ്ത്രത്തിൽ വിശ്വസിക്കണമോ എന്ന ആ ജനങ്ങളുടെ കൺഫ്യൂഷനാണ് വിക്ടോറിയൻ ഡിലേമ എന്നറിയപ്പെടുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇവിടെയും കാണുന്നത്. എന്താണ് ദൈവം അല്ലെങ്കിൽ സ്വർഗം എന്നത് ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ആൻഡ് ദ പീപ്പിൾ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഓർ ഇറ്റ് വാസ് നോട്ട് എക്സിസ്റ്റിംഗ്. അത് നിലവിൽ നിൽക്കുന്നില്ല അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഒന്നാണെന്നാണ് ആ ഒരു വിശ്വാസം. he got to the center where nothing at all can be demonstrated. അങ്ങനെ എന്ത് ചെയ്തു? ഹി ഗോട്ട് ടു ദ സെൻറ്റർ. കേന്ദ്രം എന്നത് ഇവിടെ ആ ഒരു ബിലീഫാണ്, ആ ഒരു വിശ്വാസത്തിലേക്ക് പോയി. വേർ നത്തിങ് അറ്റ് ഓൾ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ്. ആ ഒരു വിശ്വാസം, അതായത് ഇവിടെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇൻസൈറ്റ്, ആ ഉൾക്കാഴ്ചയിലേക്ക്, സോൾ, ആത്മാവ്. ഇറ്റ് ഓൾസോ കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്. അതൊരിക്കലും നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ നിലനിൽക്കുന്നില്ല എന്നല്ല, അതൊരിക്കലും തെളിയിക്കാൻ കഴിയില്ല ആത്മാവെന്ന് പറയുന്ന സംഭവം. ആൻഡ് ക്ലിയർലി ഹി ഡസിൻറ്റ് എക്സിസ്റ്റ് ബട്ട് ഹി റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ കൺക്ലൂഷൻ. അതുകൊണ്ട് തന്നെ ആത്മാവ് അല്ലെങ്കിൽ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഉൾക്കാഴ്ച, ഇൻസൈറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എന്താണ് അത് നിലനിൽക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തുന്നു. പക്ഷേ ഹി റെഫ്യൂസസ് ടു ആക്സെപ്റ്റ് ദ കൺക്ലൂഷൻ. ആ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ അവന് കഴിയുന്നില്ല. അതായത് മനുഷ്യന് ശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും എന്താണ് ആ ഒരു ചില കാര്യങ്ങളിൽ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? ഫോർ എക്സാമ്പിൾ, ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഉണ്ടോ, അല്ലെങ്കിൽ മരണശേഷം നമ്മളുടെ ആത്മാവിന് എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ ശരീരം വിട്ടു പോകുന്ന ആ ഒരു ജീവൻ അല്ലെങ്കിൽ പ്രാണൻ അതെന്തായിത്തീരുന്നു പറയുന്നുണ്ട്. ശാസ്ത്രം പറയുന്നത് അത് പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊരു അന്തിമ കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു കൺക്ലൂഷനിൽ ഇന്നും അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആൻഡ് യു സീ ഹി വാസ് ഓൾവേസ് ആൻ ഈഗോട്ടിസ്റ്റ്. അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹി വാസ് ആൻ ഈഗോട്ടിസ്റ്റ്. വളരെയധികം അസൂയയും കുശുമ്പും ഒക്കെ നിറഞ്ഞ ഒരു മനുഷ്യനാണ് ആദം, അല്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് ഇറ്റ് വാസ് വാമർ ദാൻ this in the cave. There was none of this fallout. I would suggest for the sake of the children that it's time you took over
ഈവ് പറയുകയാണ് എന്താണ്, ഇറ്റ് വാസ് വാമർ ദാൻ ദിസ് ഇൻ ദ കേവ്. ആ ഒരു ഗുഹയിലുള്ളതിനേക്കാൾ, അതായത് സ്വർഗം നഷ്ടപ്പെട്ട് പർദീസ് നഷ്ടപ്പെട്ട് തള്ളി വിട്ട സമയത്ത് അവർ ഗുഹയിലാണ് അഭയം പ്രാപിച്ചത്. അവിടുത്തേനേക്കാൾ കുറച്ച് ചൂടുണ്ട്, അവിടെ നല്ല തണുപ്പാണ്. അതേപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു. പക്ഷെ ഇവിടെ അത്രത്തോളമില്ല, ഭൂമിയിൽ അത്രത്തോളം പ്രശ്നമില്ല. ആൻഡ് ദർ വാസ് നൺ ഓഫ് ദിസ് ഫോൾ ഔട്ട്. ഈ ഒരു വീഴ്ചയിൽ മറ്റാരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു ആ ഒരു വീഴ്ചയിൽ. അതായത് സാത്താൻ ഇതിൽ പങ്കാളിയായിരുന്നുവെങ്കിലും ഞങ്ങൾക്കാണ് ആ ഒരു വീഴ്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്. ആൻഡ് ഐ വുഡ് സജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദി ചിൽഡ്രൻ ദാറ്റ് ഇറ്റ് ഈസ് ടൈം യു ടുക്ക് ഓവർ, ബട്ട് യു ആർ മൈ ഡോട്ടേഴ്സ്, യു ഇൻഹെറിറ്റ് മൈ ഓൺ ഫോൾസ് ഓഫ് ക്യാരക്ടർ. അതുകൊണ്ട് മക്കളോട് പറയുന്നു, നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. കാരണം യു മേ ഹാവ് മൈ ഓൺ ഫോൾസ്. കാരണം എന്താണ്, യു ആർ മൈ ചിൽഡ്രൻ ഓർ യു ആർ മൈ ഡോട്ടേഴ്സ്. എൻ്റെ മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് എൻ്റെ പോരായ്മകൾ നിങ്ങൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് ഓവർ ഇറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇനി ഉപദേശിക്കുകയാണ്, പെൺമക്കളോട് ഈവ് പറഞ്ഞു കൊടുക്കുകയാണ്, യു ആർ സബ്മിസീവ്. തന്നെ പോരായ്മകൾ നിങ്ങൾക്കുണ്ടാകും. യു ആർ സബ്മിസീവ്. നിങ്ങൾ എന്താണ്, വളരെ സബ്മിസീവാണ്, കീഴടങ്ങി ജീവിക്കുന്നവരാണ്, ഒരടിമയെ പോലെ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഫോളോയിങ് ആദം ഈവൻ ബെഗ് ആൻഡ് എക്സിസ്റ്റൻസ്. എന്ത് ചെയ്യും, അവനോട് യാചിക്കും. ഒരു അടിമയെ പോലെ അവനോട് യാചിച്ച് അവൻ്റെ കൂടെ ഇങ്ങനെ അവൻ്റെ ബാക്കിൽ, അവൻ്റെ പുറകെ ഇങ്ങനെ പോകുന്ന അടിമയെ പോലെയാണ് നിങ്ങൾ. ആൻഡ് ഫോൾസ് ഓഫ് ക്യാരക്ടർ ഹാവ് ദെയർ ഓൺ ലോജിക്. അതിലെന്തുണ്ടാവില്ല, ഒരു ലോജിക്കും ഉണ്ടാവില്ല. അയാൾ പറയുന്നതും അനുസരിച്ച് അയാളുടെ വാലെ അല്ലെങ്കിൽ അയാളുടെ പുറകെ പോകുന്ന ഒരു അടിമയാണ് നിങ്ങൾ. ആൻഡ് ഫോൾസ് ഓഫ് ക്യാരക്ടേഴ്സ്, എന്താണ്, സ്വഭാവത്തിൽ ഒരുപാട് തെറ്റുകളുണ്ടാകും. ആ തെറ്റുകളൊക്കെ അംഗീകരിച്ച് അയാളുടെ അടിമയെ പോലെ അയാളുടെ പുറകെ പോകുന്നവരാണ് നിങ്ങൾ. ആൻഡ് ഇറ്റ് ഓൾവേസ് വർക്ക് ഔട്ട്. അതെപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആൻഡ് ഐ ഒബ്സർവ്ഡ് ദിസ് വിത്ത് ആബേൽ ആൻഡ് കെയിൻ. ആബേലിൻ്റെയും കെയിൻ്റെയും ജീവിതത്തിലൂടെ ഞാനത് കണ്ടതാണ്. അവരുടെ ജീവിതത്തിലൂടെ ഞാനിത് കണ്ടതാണ്. സോ പെർഹാപ്സ് ദ ഹോൾ എലാബറേറ്റ് ഫേബിൾ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇസ് മെന്റ്. തുടക്കം മുതലേ നമ്മൾ കണ്ട കഥകളിലൊക്കെ ഇത് തന്നെയാണ് സംഭവിച്ചത്. അതായത് ഇവിടെ പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് പറയുന്നത്. പുരുഷൻ്റെ അടിമയായിട്ട് പൂമുഖവാതുക്കലെ പൂന്തിങ്കളാകുന്ന ഭാര്യ, അതേപോലെ തന്നെ എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്ത ചിത്രവിളക്കാണെന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കടവും ദുഃഖവും ദുരിതവും ഒക്കെ ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുക, അതേപോലെ എല്ലാ നേരവും ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുക, അങ്ങനെയുള്ള അടിമപ്പണി ചെയ്യുന്ന ഒരു വർഗം, ആ ഒരു വർഗമായി മാറാൻ പാടില്ല എന്നാണ് ജൂഡിത്ത് റൈറ്റ് പറയുന്നത്. ഇവിടെ നെവർ ടു ബി സബ്മിസീവ്, ഒരിക്കലും കീഴടങ്ങി ജീവിക്കാൻ, പുരുഷൻ്റെ ഒപ്പമാണ്, അല്ലാതെ അവൻ്റെ അടിമയല്ല എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഈ കവിതയിലൂടെ തരുന്നത്. പെർഹാപ്സ് ഇറ്റ് ഈസ് ദ ഹോൾ സീക്രട്ട്, പെർഹാപ്സ് നത്തിങ് എക്സിസ്റ്റ് ബട്ട് അവർ ഓൺ ഫോൾസ്. ഒരു പക്ഷേ പെർഹാപ്സ് ഇറ്റ് ഈസ് ദ ഹോൾ സീക്രട്ട്, ഇതാണ് രഹസ്യം. അതായത് വി ആർ സബ്മിസീവ്, ഇതൊരു രഹസ്യം തന്നെയാണ്, പരസ്യമായ രഹസ്യം. ആൻഡ് അതിലൂടെയാണ് വി ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഇതാണ്, ഈ ഒരു രഹസ്യമാണ്. ആൻഡ് പെർഹാപ്സ് നത്തിങ് എക്സിസ്റ്റ് ബട്ട് അവർ ഫോൾസ്. ഒന്നും നിലനിൽക്കില്ല, മറിച്ച് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളായിരിക്കാം. നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങളിലൂടെ ദേ ആർ മേക്കിംഗ് എ സ്ലേവ്സ്, നമ്മളെ അടിമകളാക്കി വെക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് ദേ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ്, but it is useless to make such a suggestion to other. അവരെന്ത് ചെയ്യും, they can be explained or they can be demonstrated. They try to explain the faults, നമ്മളുടെ കുറ്റങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങും. But it is useless to make such a suggestion to other. He has turned himself into God who is faultless and doesn't exist. കാരണം ആദത്തിൻ്റെ അടുത്ത് ഇപ്പം എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല, അദ്ദേഹത്തിനൊന്നും മനസ്സിലാകാത്ത അവസ്ഥയാണ്. കാരണം ഹി ട്രൈസ് ടു ബി ഗോഡായി മാറാൻ, ദൈവമായി മാറാൻ ശ്രമിക്കുകയാണ്. ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കിയ പോലെ ഈ ഭൂമിയിൽ ഏദൻ തോട്ടം ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചു, ഒരു ദൈവത്തെ പോലെയായി മാറാൻ, ദൈവമായി മാറാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ഹീ ഡസിൻറ്റ് എക്സിസ്റ്റ്, അവനിവിടെ നിലനിൽപ്പില്ല. അതായത് ദൈവത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആ ഒരു രൂപമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആദത്തിന് നിലനിൽപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ്
എ മെഷീൻ. ഒരു മെഷീൻ എന്ന നിലയിലാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവന് നിലനിൽപ്പില്ല. കാരണം ഇമോഷണൽ അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ലവ് ഇതൊന്നും അവന് ഇപ്പോഴില്ല. അതുകൊണ്ട് ഹീ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. ഈ കവിതയിൽ ആ ഒരു ഈഗോയിസം നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ദ ഹേർട്ട് ഓഫ് ആദം ഓവർ ദി ഇൻസൾട്ട്. ആ ഇൻസൾട്ടിൽ ആദത്തിന് സംഭവിച്ച ആ ഒരു എന്താണ് ഫീലിംഗ് ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ ദി അഡ്വൈസസ് ഓഫ് ഈവ് ടു ഹർ ഡോട്ടേഴ്സ്? ഈവ് തൻ്റെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശം എന്താണ്? ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. അതേപോലെ പിന്നീട് ചോദിക്കാവുന്നത് വാട്ട് ആർ ദി ഇൻവെൻഷൻസ് മെയ്ഡ് ബൈ ആദം ടു മേക്ക് ആൻ ഏദൻ ഇൻ ദിസ് എർത്ത്. ഈ ഭൂമിയിൽ ഏദൻ തോട്ടം ഉണ്ടാക്കാൻ ആദം ശ്രമിക്കുന്നതിലൂടെ അവൻ കൊണ്ടുവന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിഫിക് ഇൻവെൻഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ദീസ് ആർ ദി മെയിൻ പോയിൻറ്റ്സ്. ഇതിൽ ജൂഡിത്ത് റൈറ്റ് ഒരു ഫെമിനിസ്റ്റ് റൈറ്ററാണ്. ഇതിനെ ഒരു ഫെമിനിസ്റ്റ് പോമായിട്ട് കണക്കാക്കപ്പെടുന്നു. ശ്രേഷ്ഠമായ ഒരു ഫെമിനിസ്റ്റ് കവിത. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.